മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. അങ്ങനെ അക്ബറിൻ്റെ ഉമ്മയും ഭാര്യയും ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ വന്നിരിക്കുകയാണ്. എല്ലാവരുമായി സംസാരിച്ചു. ഇപ്പോൾ അക്ബറും ഉമ്മയും ഭാര്യയൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ്. അക്ബറിൻ്റെ ഉമ്മയും ഭാര്യയും ഒക്കെ അക്ബറിനോട് പറയുന്നത് കുറച്ചും കൂടി ആക്റ്റീവ് ആവണം, ഇതല്ല കുറച്ചും കൂടി ആക്റ്റീവ് ആവണം, 100% കൊടുക്കണം. നന്നായി കളിക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഇതല്ല ഇക്ക, കുറച്ചും കൂടി കൊടുക്കണം. അതുമല്ല വെറുതെ ആ ബീൻ ബാഗിലിരുന്ന് സമയം കളയരുത്. എന്നിട്ട് അവർ തന്നെ പറയുന്നു, ബിഗ് ബോസ് ഇവിടുത്തെ എല്ലാ ബീൻ ബാഗും എടുത്ത് കളയൂ. എന്നിട്ട് ഉമ്മ അക്ബറിനോട് പറയുന്നത്, ബീൻ ബാഗിൽ എന്തിനാ വെറുതെ ഇരുന്ന് പലരെയും കളിയാക്കുന്നത്? കളിയാക്കലൊന്നും വേണ്ട, കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യണം, പിന്നെ കുളിക്കണം, ഡ്രസ്സ് മാറണം, അതിലൊക്കെ ശ്രദ്ധിക്കണമെന്ന് ഉമ്മ പറയുന്നു. അപ്പോൾ അക്ബർ പറയുന്നത്, അതെൻ്റെ മുടിയൊക്കെ വളർന്ന് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തോന്നുന്നതായെന്ന്. പക്ഷെ ഉമ്മ പറയുന്നു, അതല്ല, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എനിക്ക് തോന്നുന്നു ഉമ്മ അങ്ങനെ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം അനുമോൾ ആദിലയോടും നൂറയോടും പറയുന്നുണ്ടായിരുന്നു, അക്ബർ കുളിക്കില്ല, അക്ബർ അടുത്തുകൂടെ വരുമ്പോൾ ഒരു സ്മെല്ലാണ്, പല്ലും തേക്കില്ല, കുളിക്കത്തുമില്ല, വല്ലപ്പോഴുമാണ് കുളിക്കുന്നത് എന്നൊക്കെ. അത് ചിലപ്പോൾ ഉമ്മ കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അക്ബറിനോട് ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞത്. അനുമോൾ ആദിലയോടും നൂറയോടും ഇത് പറയുന്ന സമയത്ത് നമ്മളെ ക്യാമറയിലൂടെ അക്ബറിനെ കാണിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അക്ബർ എഴുന്നേറ്റ് വന്നിട്ട് അതേപോലെ വന്ന് ബീൻ ബാഗിൽ ഇരിക്കുകയായിരുന്നു. ഫേസ് ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അതും അന്ന് അനുമോള് ആദിലയോടും നൂറയോടും പറഞ്ഞു, ഒന്ന് നോക്കിക്കേ, ആ മുഖം പോലും ഒന്ന് കഴുകിയിട്ടില്ല, അറ്റ്ലീസ്റ്റ് ബ്രഷ് എങ്കിലും ചെയ്തിട്ട് വന്നിരുന്നൂടെ എന്നൊക്കെ. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഉമ്മ പറയുന്നുണ്ട്. എക്സസൈസ് ചെയ്യുക, ആക്റ്റീവ് ആകുക, ഇതല്ല ഇതിലും കൂടുതൽ കൊടുക്കാൻ സാധിക്കും, 100% കൊടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഉമ്മയും വൈഫും ഒക്കെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.